40,000 കോടി രൂപയിലധികം ഇന്ത്യയിലെ ബാങ്കുകൾ ലാഭമുണ്ടാക്കുകയും അതിലൊരു 70,000 കോടി രൂപയോളം കേന്ദ്ര സർക്കാരിന് നൽകുകയുണ്ടായി. റിസർവ് ബാങ്ക് തന്നെ, നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് തന്നെ 2 ലക്ഷം കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ വർഷം ഗവൺമെൻറ്റിന് ലാഭവിഹിതമായി നമ്മൾ നൽകിയിരിക്കുന്നത്. എന്നാൽ 1991 തുടങ്ങിയ ഉദാരീകരണ നമ്മുടെ നടപടികളുടെയൊക്കെ ഭാഗമായി LPG എന്ന് നമ്മൾ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഉദാരീകരണ നടപടികളുടെയൊക്കെ ഭാഗമായി ഒരുപാട് ബാങ്കുകളെ ഞെരുക്കുന്ന രീതിയിൽ ന്യൂജൻ ബാങ്കുകൾ വരികയും ആ ബിസിനസ് കൈയടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്നും പരസ്പരം കൂട്ടിലയിപ്പിച്ചിട്ടും ഞെരിഞ്ഞമർന്നിട്ടും നമ്മൾ ഇന്നും പൊതുമേഖലയിൽ തന്നെ പ്രധാന ബാങ്കുകൾ നമ്മൾ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇന്ന് വലിയ മത്സരം നേരിടുകയാണ്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെ വഴിവിട്ട് വളരുവാൻ അനുവദിക്കുക, അതിലൂടെ അവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കുവാൻ അനുവദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഗവൺമെൻറ് എന്നാൽ ബാങ്കിൽ നിന്ന് വിരമിച്ച ഈ ദേശസാൽക്കരണത്തിന് പ്രധാന സംഭാവന ചെയ്ത ആളുകളായ നമ്മുടെ ബാങ്കിൽ നിന്ന് വിരമിച്ചരായ വയോധികരായ റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് നേരെ പലപ്പോഴും മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഫാമിലി പെൻഷനിലുണ്ടാകുന്ന വർധന, 2002 മുമ്പുള്ളവർക്കുള്ള DA സമീകരണം തുടങ്ങിയവ നമ്മൾ നിരന്തര പ്രക്ഷോഭങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം അടിസ്ഥാന പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റേതൊരു മേഖലയിലും കാണാത്ത രീതിയിൽ ബാങ്കിങ് മേഖലയിൽ മാത്രം പെൻഷൻ വർധന ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ കാലോചിതമായി റിസർവ് ബാങ്കിൽ നടപ്പിലാക്കിയതുപോലെ പെൻഷൻ വർധന നമ്മുടെ ബാങ്കുകളിലും നടപ്പിലാക്കുക. പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളിലും അത്തരത്തിലുള്ള പെൻഷൻ പരിപാടി, അടിയന്തരമായി പെൻഷൻ വർധന പരിപാടി കൊണ്ടുവരിക, വർധനവ് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെപ്പോഴും കാലാകാലങ്ങളിൽ കരാറുകൾ പുതുക്കുന്നതോടൊപ്പം പെൻഷനും വർദ്ധിപ്പിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും കേന്ദ്ര ഗവൺമെൻറ്റുകളായാലും ഡിഫൻസ് പോലുള്ള മേഖലയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈവൻ നമുക്ക് പലപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പോലും പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സേവന പരിഷ്കരണത്തോടൊപ്പമാണ്. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പരിപാടി 7,000 രൂപയിൽ പ്രീമിയം തുടങ്ങി ഇന്ന് 2-3 മാസത്തെ പെൻഷൻ കൊടുത്താൽ പോലും ആരോഗ്യ ഇൻഷുറൻസിന് പ്രീമിയം വഹിക്കാൻ കഴിയുന്നില്ല. വന്ധ്യവയോധികരായ 70, 80, 90 വയസ്സൊക്കെ ആയിട്ടുള്ള റിട്ടയർ ചെയ്ത ബാങ്ക് ജീവനക്കാരോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണിത്. അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് താങ്ങാവുന്ന രീതിയിൽ ബാങ്കുകൾ പ്രധാന പോളിസിയുടെ പ്രീമിയം വഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഈ 12ാം കരാറിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു എക്സ്ഗ്രേഷ്യ പെൻഷൻ വർധനവിൽ കൊണ്ടുവന്നുവെങ്കിലും അത് പ്രൈവറ്റ് ബാങ്കുകളിൽ നടപ്പിലാക്കിയിട്ടില്ല. എന്തൊരു അനീതിയാണിത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കേരളത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, CSB ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുണ്ട്. അവിടുത്തെ പെൻഷൻകാർക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ഗ്രേഷ്യ അതിൽ മാത്രം ഇങ്ങനൊരു വിവേചനം കാണിക്കാൻ എന്താണ് ഈ ഉഭയകക്ഷി കരാറിൽ പങ്കെടുത്തവർക്ക് അധികാരമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസ് പരിഗണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 1-2 കരാറുകളായി സ്പെഷ്യൽ അലവൻസിലേക്കാണ് വർധനവ് കൂട്ടുന്നത്. അതും കൂടി 2012 മുതലുള്ള കരാറുകളിൽ വന്നിട്ടുള്ള അതുകൂടി പെൻഷന് പരിഗണിക്കണം. അതുപോലെ കമ്മ്യൂട്ടേഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ ഘടകങ്ങളിൽ അപാകതകൾ പരിഹരിക്കണം. വിരമിച്ചുള്ള പ്രശ്നങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്യണം. അതിനുള്ള വേദി നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരുടെ സംഘടനക്കാരുമായിട്ടാണ് വാസ്തവത്തിൽ ബാങ്കുകൾ ഇപ്പോൾ പെൻഷൻകാരുടെ കാര്യങ്ങൾ, അവർക്ക് NPS ആണ്, അവർക്കുള്ള NPS തന്നെ, നാഷണൽ പെൻഷൻ സ്കീം തന്നെ നമ്മൾ മാറ്റണമെന്നും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം 3 ലക്ഷം 4 ലക്ഷം കോടിയോളം രൂപ നമ്മളുടെ എല്ലാം ബാങ്കുകളുടെ പെൻഷൻ ഫണ്ടിൽ കിടക്കുകയാണ്. ഇന്ന് ഈ വയോധികരായ ആളുകൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പണം അവരെവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇപ്പം നിലവിലുള്ളവർക്കും ആ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും ഈ ബാങ്ക് ദേശസാൽക്കരണ ദിനമായ ജൂലൈ 19 നമ്മൾ ധർണയും പ്രകടനവും ഒക്കെ നടത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ MPമാർ, MLAമാർ, സാംസ്കാരിക അതുപോലെ ട്രേഡ് യൂണിയൻ മേഖലയിലുള്ള നേതാക്കന്മാർ ഇത് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. തിരുവനന്തപുരം രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ VJT ഹാളിൻ്റെ മുമ്പിൽ നിന്നും പ്രകടനം 10:30 ആരംഭിക്കും. അത് നമ്മൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ എത്തിച്ചേരുമ്പോൾ സമാരാധ്യനായ പ്രമുഖ വാഗ്മിയും പാർലമെന്റേറിയനുമായ ഡോക്ടർ ശശി തരൂർ MP അത് ഉദ്ഘാടനം ചെയ്യും. MLAമാർ സംസാരിക്കും, വിവിധ സംഘടനാ നേതാക്കന്മാർ സംസാരിക്കും. ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് മുഴുവൻ റിട്ടയർ ചെയ്ത ജീവനക്കാരും
ബഹുജനങ്ങളും എല്ലാം ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഗിരീഷ് കുമാറാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ